രാവിലെ നേരത്തെ എണീക്കുക. എനിക്ക് ഇതേപോലെ മടി പിടിച്ച വേറെ ഒരു കാര്യമില്ല. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. രാവിലെ 7 മണിക്ക് എനിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാ. തൃശ്ശൂർ മോഡൽ ബോയ്സ് സർവീസ് സെൻറ്റർ കിട്ടിയിരിക്കുന്നത് കേരള PSCയുടെ എക്സാമാണേ. അപ്പോൾ നമ്മൾ നേരത്തെ എൻ്റെ കുളിച്ച് റെഡിയായിട്ട് നേരെ എക്സാം ഹാളിലേക്ക് വിട്ടുട്ടാ. പക്ഷേ പകുതി എത്തിയപ്പോഴേക്കും നമുക്ക് അസൽ പണി കിട്ടി. നല്ല അസൽ മഴ. നമ്മളാണെങ്കിൽ റെയിൻകോട്ടൊന്നും എടുത്തിട്ടില്ലേ. പിന്നെ നേരെ അനിയനെ വിളിച്ചു. അവനോട് കോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നേരത്തെ ആയതുകൊണ്ട് തന്നെ കടകളൊന്നും തുറന്നിട്ടുണ്ടാവില്ല. പിന്നെ അവൻ വന്ന് റെയിൻകോട്ടൊക്കെ എടുത്ത് നമ്മൾ നേരെ തൃശ്ശൂർക്ക് വിട്ടു. ഒരു 6:15 6:30 കൂടി നമ്മൾ തൃശ്ശൂർ എത്തിയിട്ട് കേട്ടോ. പിന്നെ അടുത്തുള്ള കടയിൽ കയറി ചായ കുടിച്ച് ഫ്രഷ് ആയിട്ടാട്ടോ എക്സാം ഹാളിൽ കയറി. എക്സാമൊക്കെ ഞാൻ തകർപ്പനായിട്ട് എഴുതിയിട്ടുണ്ട്. എക്സാമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ മുനിയാട്ട് കുന്നിക്ക് വിട്ടു കേട്ടോ. ഇൻസ്റ്റയിലൊക്കെ റീൽസൊക്കെ കണ്ടിട്ട് നമ്മൾ പോകണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന സ്ഥലമായിരുന്നു കേട്ടോ ഇത്. ഗൂഗിൾ മാപ്പ് വഴി ലൊക്കേഷനൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പോയത്. ഗൂഗിൾ മാപ്പ് ചതിച്ചിട്ടില്ല. നമ്മൾ നേരെ അവിടെ എത്തിയിട്ടോ. ഒറ്റ നോട്ടത്തിൽ ഈ മല കാണുമ്പോൾ നമുക്ക് തോന്നും, ഓ നിസ്സാരം. പക്ഷെ അത്ര നിസ്സാരക്കാരനൊന്നല്ല ട്ടോ ഈ മല. നടന്ന് നടന്ന് ഊപ്പാട് ഇളകും. അതേപോലെ ആട്ടോ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ കുറച്ച് കയറി ചെല്ലുമ്പോൾ ഒരു മുനിയറ കാണാം. പിന്നെ കുരിശുമലയുണ്ട്, ഗണപതി ടെമ്പിൾ ഉണ്ട്, പിന്നെ നല്ല അസലൊരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞങ്ങളിതൊക്കെ പോയി കണ്ടു കേട്ടോ. പക്ഷെ സത്യത്തിൽ ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ. നടന്ന് നടന്ന് വയ്യാണ്ടായപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. പിന്നെ താഴത്തൊരു ചേച്ചീനെ കണ്ടപ്പോൾ ആ ചേച്ചി പറഞ്ഞ കാര്യങ്ങളാട്ടോ ഇതൊക്കെ. ഇതൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾക്കും തോന്നി ഒന്നും കൂടെ പോയി കണ്ടാലോ എന്ന്. പക്ഷെ ഞങ്ങൾക്ക് വയ്യാത്തത് കൊണ്ട് നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് തൃശ്ശൂരുള്ള സൂ കാണാൻ കേട്ടോ. ഒക്ടോബർ 28-നാണ് സുവോളജിക്കൽ പാർക്കിൻ്റെ ഇനാഗുറേഷൻ. അപ്പോൾ ലാസ്റ്റ് ഡേ ആയിട്ട് സൂ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് പോയതാട്ടോ. ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ എൻട്രി ഫീ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല തിരക്കും ഉണ്ടായിരുന്നു. സൂ ഒക്കെ കണ്ടു കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ കൺട്രോളൊക്കെ പോയിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ ആകെ ചായ മാത്രം കുടിച്ചതാണ്. പിന്നെ ഒന്നും നോക്കില്ല. നമ്മൾ നേരെ മാമൻ്റെ കടയ്ക്ക് വിട്ടിട്ട് അവിടുന്ന് ഫുഡ് വാങ്ങി കഴിച്ച് വിശപ്പ് മാറ്റിയിട്ടാട്ടോ പോകുന്നത്.